മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീ തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തൃപ്രങ്ങോട് പഞ്ചായത്തിൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് 8 കിലോമീറ്ററും കുറ്റിപ്പുറത്ത് നിന്ന് 10 കിലോമീറ്ററുമാണ് ദൂരം. തൃപ്രങ്ങോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മറ്റുള്ള ക്ഷേത്രങ്ങൾ ആലത്തിയൂർ, ഹനുമാൻകാവ്, ചമ്രോട്ടം, അയ്യപ്പ ക്ഷേത്രം. ഐതിഹ്യപ്രകാരം സന്താനഭാഗ്യത്തിനായി മൃഗണ്ടു മഹർഷി അനുഷ്ഠിച്ച കഠിന തപസ്സിന്റെ ഫലമായി ഭഗവാൻ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷമായി. തപസ്സിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് മഹർഷിയിൽ നിന്ന് അറിഞ്ഞ ദേവൻ അല്പായുസ്സും അതിബുദ്ധിമാനുമായ ഒരു സന്താനമാണോ, ദീർഘായുസ്സും മന്ദബുദ്ധിയുമായ പുരുഷ പ്രജയെയാണോ ആവശ്യം എന്ന് ചോദിച്ചു. അല്പായുസ്സെങ്കിലും അതിബുദ്ധിമാനെ മതിയെന്ന മഹർഷീശ്വരന്റെ താല്പര്യപ്രകാരം ജനിച്ച കുട്ടിയാണ് മാർക്കണ്ഡേയൻ. 16ാമത്തെ തിരുവയസ്സിൽ തൻ്റെ ആയുസ് തീരുന്ന ദിവസം എത്തിയ കാലനെ കണ്ട് ഭയന്ന മാർക്കണ്ഡേയൻ ഭക്തിയോടുകൂടി ഓടി തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലെത്തി. ഉടൻ ക്ഷേത്രത്തിൽ നിന്ന് തൃപ്പങ്ങോട്ടേക്ക് പോയിക്കോളൂ, മഹാദേവൻ രക്ഷിക്കും എന്ന ഒരു അശരീരി ഉണ്ടായി. തിരുനാവായിൽ നിന്ന് മഹാദേവനെ സങ്കടത്തോടുകൂടി വിളിച്ചുകൊണ്ട് തൃപ്രങ്ങോട്ടേക്ക് പാഞ്ഞു. പിറകെ പോത്തിന്റെ മേൽ കയറുമായി കാലനും പിന്തുടർന്നു. മാർക്കണ്ഡേയന്റെ അത്യന്തം ദയനീയവും എന്നാൽ ഭക്തിയിൽ മുഴുകിയുള്ള ആഗമനത്തെ ദർശിച്ച് അതിഗംഭീരമായ പേരാൽ മരം രണ്ടായി പിളർന്നു കൊടുത്തു. പേരാലിന് ചുറ്റി ഓടുമ്പോൾ സമയം അതിക്രമിച്ച് കാലന്റെ കയ്യിൽ അകപ്പെടാതിരിക്കുന്നതിനാണ് പേരാൽ തനിക്ക് കഴിയാവുന്നത് തത്സമയത്ത് ചെയ്തു കൊടുത്തത്. ഇപ്രകാരം ഓടി തൃപ്രങ്ങോട് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കടന്ന് ഇന്ന് വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ശ്രീകോവിലിനുള്ളിൽ കുടികൊണ്ടിരുന്ന കാരണത്തിൽ ശിവനെ മാർക്കണ്ഡേയൻ ഭക്തിപൂർവ്വം കെട്ടിപ്പിടിച്ചു. ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചിരുന്ന മാർക്കണ്ഡേയന്റെ മേൽ കാലൻ എറിഞ്ഞ പാശം ശിവലിംഗത്തിലും കൂടി പതിച്ചു. തൽക്ഷണം ശ്രീ പരമേശ്വരൻ ഉഗ്രകോപത്താൽ പ്രത്യക്ഷപ്പെട്ട് കാലനെ നിഗ്രഹിച്ച് തൻ്റെ ഭക്തനെ രക്ഷിച്ചു. അന്നു മുതൽ ഭൂമിയിൽ കാലനില്ലാത്ത ഒരു കാലം സംജാതമായി എന്ന് ഐതിഹ്യം പറയുന്നു. കാലനെ നിഗ്രഹിച്ചതിന് ശേഷം ശ്രീ പരമേശ്വരൻ തെക്കുപുറത്ത് കാണുന്ന കുളത്തിലിറങ്ങി ശൂലം കഴുകി സ്നാനവും ചെയ്ത് ഇന്ന് പടിഞ്ഞാറ് ദർശനമായി കാണുന്ന സ്ഥാനത്ത് സ്വയംഭൂവായി അവതരിച്ചു എന്ന് പറയുന്നു. കാലനെ നിഗ്രഹിച്ചതിന് ശേഷം 3 ചുവടുകൾ വെച്ച് 4ാമത് സ്ഥലത്ത് കുടികൊള്ളുന്നതിനാൽ തൃപ്പാദങ്ങൾ വെച്ച ഈ 3 സ്ഥലത്തും ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.
ഗജപൃഷ്ഠാകൃതിയിൽ ഇരുനിലയിൽ പണിത് ചെമ്പുമേഞ്ഞിട്ടുള്ള ശ്രീകോവിലിനുള്ളിൽ കാലസംഹാരത്തിന് ശേഷം ശ്രീപരമേശ്വരൻ മൃത്യുഞ്ജയനായി ഭൂലോകവാസികൾക്ക് ഇഷ്ടവര പ്രദായകനായി പടിഞ്ഞാറ് ദർശനത്തിൽ വാണരുളുന്നു. നാലമ്പലം, ബലിക്കൽപുര, ആനപ്പന്തൽ, ഗോപുരം, ചുറ്റുമതിൽ, കുളങ്ങൾ തുടങ്ങിയുള്ള എല്ലാ ക്ഷേത്ര ഭാഗങ്ങളും ഉണ്ട്. മുഖ്യപ്രതിഷ്ഠ ശ്രീ പരമേശ്വരൻ. കൂടാതെ ഉപദേവതകളായി പാർവതി, ഗണപതി, ദക്ഷിണാമൂർത്തി, നാവാമുകുന്ദൻ, ഗോശാലകൃഷ്ണൻ, അയ്യപ്പൻ, വേട്ടയ്ക്കൊരു മകൻ, ഭദ്രകാളി, ബ്രഹ്മരക്ഷസ്. ക്ഷേത്ര മതിൽക്കകത്ത് കാണുന്ന തീർത്ഥങ്ങൾ പൂർവികരായ സിദ്ധന്മാരുടെ യജ്ഞ കുണ്ടങ്ങൾ പിൽക്കാലത്ത് കുളങ്ങളായി പരിണമിച്ചിട്ടുള്ളതാണ്. ശിവരാത്രി നാളിൽ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണ വീതിയിൽ അപസ്മാര യക്ഷനെ ചവിട്ടി നിൽക്കുന്ന മഹാദേവന് സ്പർശിക്കാതെ ക്ഷേത്രത്തിന് ചുറ്റുമായി ശയനപ്രദക്ഷിണം നടത്തുക എന്നുള്ളത് പ്രധാനമാണ്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർ തങ്ങളുടെ ഇഷ്ടകാര്യസിദ്ധിക്കായി മൃത്യുഞ്ജയ ഹോമം, ശംഖാഭിഷേകം, ധാര, ഉമാമഹേശ്വര പൂജ, നവഗ്രഹ പൂജ, സന്താനലബ്ധിക്കായി കുട്ടിയും തൊട്ടിലും സമർപ്പണം എന്നീ വഴിപാടുകൾ നടത്തുന്നു. വെട്ടത്ത് രാജകുടുംബത്തിന്റെ അന്ത്യം വരെ ഭരണകർത്താവ് വെട്ടത്ത് രാജാവായിരുന്നു. തുടർന്ന് ക്ഷേത്രഭരണം കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ ഉടമസ്ഥതയിലായി. ഇന്നും മലബാർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ സാമൂതിരി രാജ ട്രസ്റ്റിയായി ഭരണം നടത്തുന്നു. തിങ്കൾ, ശനി, പ്രദോഷം ദിവസങ്ങളിൽ അസംഖ്യം ഭക്തന്മാർ ദർശനത്തിനെത്തുന്ന സന്നിധിയിൽ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള 3 ദിവസം ഉത്സവാഘോഷങ്ങൾ നടത്തപ്പെടുന്നു. കൂടാതെ അഷ്ടമി രോഹിണിയും മിഥുനമാസത്തിലെ പുണർദം പ്രതിഷ്ഠാദിനവും ആഘോഷിക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ കർക്കിടകത്തിൽ വാവ് കഴിഞ്ഞ ആദ്യ ഞായറാഴ്ച നിറയും, ചിങ്ങമാസത്തിലെ ഉത്രാടം നാളിൽ പുത്തരിയും നടത്തുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ട് നടക്കുന്ന രീതിയിൽ ഉത്സവാഘോഷവും നടത്തുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് അതിവിസ്തൃതിയിലുള്ള ഒരു കുളം കൂടി കാണാം.